കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, എല്ലാവരും വീട്ടിലൊക്കെയാണ്, മഴയാണ്, അടിച്ച് പൊളിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ, നല്ലൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമുക്കിപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ബ്യൂട്ടി ടിപ്സ് അല്ല, ഒരു നാട്ടുവൈദ്യമാണ് പറയാൻ പോകുന്നത്. അതായത് നടുവേദന ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ, എല്ലാവർക്കും നടുവേദന വരാറുണ്ട്. അപ്പം നടുവേദനയ്ക്ക് ഞാൻ ഇതിന് മുന്നേയൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീഡിയോയിൽ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇന്ന് നടുവേദനയ്ക്ക് പറ്റിയൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചമ്പാവരി കഴുകുന്ന വെള്ളം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അരിക്കാടി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചമ്പാവരി കഴുകുന്ന വെള്ളത്തിൽ നമ്മൾ ഉലുവ ചേർത്തിട്ട് കുറച്ച് വെള്ളം, ഒരു കാൽ ഗ്ലാസും വേണ്ട, ഒരു കുറച്ച് വെള്ളത്തിൽ ഉലുവ ചേർത്ത് വെച്ചിരുന്ന ശേഷം, പച്ച ഉലുവ ഇട്ടിരുന്ന ശേഷം ആ ഉലുവ ആ വെള്ളത്തിൽ തന്നെ അരച്ച് മുഖത്ത് ലേപനം ചെയ്യുകയാണെങ്കിൽ ഇനി എത്ര മാറാത്ത കറുത്ത മറകും പുള്ളിയും എല്ലാം മുഖത്തുനിന്ന് മാറും. അപ്പോൾ അത് നമ്മുടെ ഉലുവ പ്രയോഗം അരിക്കാടിയിൽ ചെയ്തിപ്പോൾ അത് പറയാനല്ല വന്നത്. നമ്മുടെ അരിക്കാടി എടുത്ത ശേഷം മുളയിലയുടെ നീര് കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. അതിലിത്തിരി പ്രയാസമാണ്. നീരെടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷം നടുവേദനയുള്ള ആൾക്കാർ നടുവിൽ പുരട്ടി കൊടുത്താൽ വളരെ നല്ല റിസൾട്ടാണ്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് ചെയ്തു നോക്കുക. ഞാൻ ഈ ടിപ്സ് പറയണ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ ടിപ്സ് ഇട്ടില്ല, വിട്ടുപോയതാണ്, മറന്നുപോയി. അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾ ആരും തന്നെ മുത്തൂറ്റിന്നോ അതേപോലെ മറ്റുള്ള ഫൈനാൻസുകളിൽ നിന്നോ ഒന്നും തന്നെ വണ്ടിയുടെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർ മനുഷ്യനെ കൊന്നു തിന്നളെ, അങ്ങനത്തെ ആൾക്കാരാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞ് മരിക്കണതിന് മുന്നേ അവനൊരു വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റൂലാത്തൊരു കണ്ടീഷൻ സമയത്തും നമുക്ക് വേണമെന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് ഞങ്ങൾക്ക് ഇരിക്കപ്പുറതിയും കിടക്കപ്പുറതിയും തരാതെ ഫോണിൽ നിരന്തരം വിളിച്ച് ഞങ്ങൾ എൻ്റെ പേര് വെച്ചിട്ട് മോൻ്റെ നോമിനി വെച്ചാണ് വണ്ടി എടുത്തത്. പക്ഷേ കൊച്ച് മരിച്ചുപോയി, നോമിനി മരിച്ചുപോയി. പക്ഷേ ആ വണ്ടി അടച്ചുകൊണ്ടിരുന്ന വണ്ടിക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ രോഗമൊക്കെ കടുത്ത് വന്ന് അവന് അത്രയ്ക്കും പ്രശ്നമായ സമയത്ത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന്. അപ്പോൾ അടയ്ക്കാതിരുന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇവർ 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നായിരുന്നു. അപ്പോഴൊക്കെ ഉള്ള പൈസ കൊടുത്തായിരുന്നു. അതിനുശേഷം ഇവർ സെറ്റിൽമെൻ്റ് എന്നും പറഞ്ഞ് വന്നായിരുന്നു. ഈ സെറ്റിൽമെൻറ്റ് സമയത്ത് അടച്ചുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ പറ്റുന്ന രീതിയിൽ അടച്ചുകൊണ്ടിരുന്ന് ഒരു കാലാവധി കഴിഞ്ഞെന്ന് പറഞ്ഞ് സെറ്റിൽമെൻറ്റിന് വെച്ചിട്ട് വീട്ടിൽ നിരന്തരം കയറി ഇറങ്ങി മാനസികമായിട്ട് പീഡിപ്പിക്കലാണ് ഇവരുടെ പ്രധാന തൊഴിൽ. അതുകൊണ്ട് ആരും തന്നെ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഈ അബദ്ധം പറ്റിയത് ഇങ്ങനെ വളരെ ഇതിലിരിക്കുകയാണ്. ആ വണ്ടി സെയിൽ ചെയ്യാനും പറ്റിയിട്ടില്ല. ആ വണ്ടി സെയിൽ ചെയ്യാൻ കുഞ്ഞിൻ്റെ വണ്ടിയാണ് കൊടുക്കാതെ വെച്ചേക്കുമെന്ന് മരണപ്പെട്ടു പോയി. അപ്പോൾ അത് കൊടുക്കാതെ വെച്ചിരിക്കുന്നു. ഇവർ നിരന്തരമായിട്ട് വീട്ടിൽ കയറി ഭീഷണി, അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ, വീട്ടിൽ വന്ന് കിടന്ന് ഭീഷണിപ്പെടുത്തൊക്കെ. നാളെ ഇനി മൺഡേ ആണ്, നാളെ വരുമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഇങ്ങനെ എന്നും കൊണ്ടുവന്ന് തല വെച്ച് കൊടുക്കരുത്. തല വെച്ചിട്ട് ഊരാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അത് വിൽക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും, ഈ ഒരു അവസ്ഥ ഏതൊരു മനുഷ്യനും വരാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അടച്ചു തീർക്കാനുള്ള ക്യാഷ് ഇല്ല. അപ്പോൾ അത് ആർക്കെങ്കിലും കൊടുത്ത ശേഷം സാവകാശം പോലും തരാതെയാണ് വീട്ടിൽ വന്നിടുന്ന് ബഹളം ഉണ്ടാക്കുന്നത്. 2-3 പ്രാവശ്യം വന്നായിരുന്നു. അപ്പോഴെല്ലാം നമ്മൾ വേറൊരാളിന് കൊടുക്കാമെന്ന് വിചാരിച്ച് അവരെ കൊണ്ട് അടപ്പിക്കാൻ നോക്കി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും അത് എടുത്തില്ല. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു പോയി. അപ്പോൾ എനിക്കത് വിറ്റാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഒരു മനസ്സമാധാനം തരുന്നില്ല, ആ ഒരു മാനസിക അവസ്ഥയിലാണ്. അപ്പോൾ കൂട്ടുകാരും തന്നെ ഇങ്ങനെയുള്ളൊരു കുഴിയിലും ചെന്ന് ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല. അവർ ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിച്ചുകളയും. വീട്ടിൽ വന്ന് അവർ പറയണതൊക്കെ കേട്ട് കഴിഞ്ഞ് നമുക്ക് തന്നെ വിഷമം തോന്നും. അപ്പോൾ നിങ്ങളാരും ചെന്ന് അതിലൊന്നും ചാടിക്കൊടുക്കരുത്. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കാർക്കും പറ്റരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി എടുത്തവർ കറക്റ്റ് അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുഴപ്പമില്ല. നമുക്കിങ്ങനെയൊക്കെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടയ്ക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റ, ബൈ.